4 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി ഇന്ന് പ്രഖ്യാപിക്കും. ജമ്മു-കശ്മീർ, ഹരിയാന, ജാർഖണ്ഡ്, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലെ തെരഞ്ഞെടുപ്പ് തീയതിയാണ് പ്രഖ്യാപിക്കുന്നത്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം വൈകിട്ട് 3 മണിക്ക് നടക്കും. ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട്. ഗൗതം, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? രജനിയും 3 സംസ്ഥാനവും ഒരു കേന്ദ്രഭരണ പ്രദേശമായ ജമ്മു കശ്മീരിന്റെയും നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ തീയതി ഇന്ന് പ്രഖ്യാപിക്കുമെന്നാണ് ലഭ്യമാകുന്ന സൂചന. ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഡൽഹിയിൽ ഒരു വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഇതിൽ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കാനാണ് സാധ്യത. ജമ്മു കശ്മീരിനെ സംബന്ധിച്ച് 2015 അവിടെ അവസാനമായി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിനുശേഷം പിന്നീട് 19 ആർട്ടിക്കിൾ 370 മരവിപ്പിക്കുകയും അതിനുശേഷം ജമ്മു കശ്മീർ എന്ന സംസ്ഥാനത്തെ വിഭജിച്ച് 2 കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റുകയും ചെയ്തിരുന്നു. പിന്നീട് അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല. എന്തായാലും ഇന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജമ്മു കശ്മീരിന്റെ തീയതി പ്രഖ്യാപിക്കും എന്ന് ഉറപ്പാണ്. ഒപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് ഈ വർഷം നടക്കേണ്ട മറ്റ് 3 സംസ്ഥാനങ്ങൾ എന്നത് നിലവിൽ BJP അധികാരത്തിലിരിക്കുന്ന മഹാരാഷ്ട്ര, അതോടൊപ്പം തന്നെ BJP നേതൃത്വം നൽകുന്ന NDA ഭരിക്കുന്ന ശിവസേന BJP സഖ്യം ഭരിക്കുന്ന മഹാരാഷ്ട്ര, അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ച BJP ഭരിക്കുന്ന ഹരിയാന, ഒപ്പം ജാർഖണ്ഡ് ഇന്ത്യ മുന്നണി അധികാരത്തിലുള്ള JMM-ഉം അതോടൊപ്പം തന്നെ കോൺഗ്രസും സഖ്യമായി ചേർത്ത് ഭരിക്കുന്ന ജാർഖണ്ഡ് സംസ്ഥാനങ്ങളിലുമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത്. അതിനാൽ ഈ 4 തെരഞ്ഞെടുപ്പുകളുടെയും തീയതി ഇന്ന് വൈകുന്നേരം നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിക്കുമെന്നാണ് ലഭ്യമാകുന്ന സൂചന. രജനി, ഇപ്പോൾ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ജമ്മു കശ്മീർ തെരഞ്ഞെടുപ്പ് തന്നെയാണ്. കാരണം സുപ്രീം കോടതി തന്നെ നേരത്തെ ഉത്തരവിട്ടിട്ടുണ്ടായിരുന്നു ഡിസംബറിന് മുൻപായിട്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് നടക്കണമെന്ന്. അതിന് മുന്നോടിയായിട്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ 3-അംഗ സമിതി കഴിഞ്ഞ 8 മുതൽ 10 വരെ ജമ്മു കശ്മീർ സന്ദർശിക്കുകയും ചെയ്തു. അപ്പോൾ ഏറ്റവും ശ്രദ്ധ ആകർഷിക്കുന്നത് ഈ ജമ്മു കശ്മീർ തെരഞ്ഞെടുപ്പ് എന്നായിരിക്കും എന്നുള്ളൊരു കാര്യം. ഒപ്പം കേരളത്തിലെ 3 മണ്ഡലങ്ങൾ കൂടി രജനി, ജമ്മു കശ്മീർ തന്നെയാണ് ഏറ്റവും ശ്രദ്ധാകേന്ദ്രമായി മാറുന്നത്. കാരണം നേരത്തെ സൂചിപ്പിച്ചിരുന്നു, കശ്മീരിൽ തെരഞ്ഞെടുപ്പ് അവസാനമായി നടക്കുന്നത് 2015-ലാണ്. അതിനുശേഷം അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല. ഈ സെപ്റ്റംബറിന് മുൻപ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ജമ്മു കശ്മീരിൽ പൂർത്തീകരിക്കണമെന്നാണ് കഴിഞ്ഞ വർഷം ഡിസംബർ മാസം 12-ാം തീയതിയിലുള്ള സുപ്രീം കോടതിയുടെ വിധി പ്രസ്താവമുണ്ട്. അതിൽ ഇക്കാര്യം ആവശ്യപ്പെട്ടിരുന്നു. അതിനാൽ തന്നെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും കേന്ദ്ര സർക്കാരും തെരഞ്ഞെടുപ്പ് ജമ്മു കശ്മീരിൽ നടത്തുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ വളരെ മുൻപ് തന്നെ ആരംഭിച്ചു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ 3-അംഗ സമിതി ശ്രീനഗറും അതോടൊപ്പം തന്നെ ജമ്മുവും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളും താഴ്വരയും സന്ദർശിച്ചുകൊണ്ട് സാഹചര്യങ്ങൾ വിലയിരുത്തിയിരുന്നു. സുരക്ഷാ പ്രശ്നങ്ങൾ ജമ്മു കശ്മീരിൽ നിലനിൽക്കുന്നുണ്ട്. എങ്കിൽ പോലും കനത്ത സുരക്ഷാ സംവിധാനം ഒരുക്കിക്കൊണ്ട് സൈന്യത്തിന്റെയും മറ്റും നിയന്ത്രണത്തിൽ അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയകരമായി നടത്താൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് കേന്ദ്ര സർക്കാർ ഉള്ളത്. കേരളത്തെ സംബന്ധിച്ച് 3 തെരഞ്ഞെടുപ്പുകളാണ് സംസ്ഥാനത്ത് വരാൻ പോകുന്നത്, ഉപതെരഞ്ഞെടുപ്പുകൾ. ഒന്ന്, രാഹുൽ ഗാന്ധി ഉപേക്ഷിച്ച വയനാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കും. ഒപ്പം പാലക്കാട്, അതോടൊപ്പം തന്നെ ആലത്തൂർ എന്നീ 2 മണ്ഡലങ്ങളിലും ഉപതെരഞ്ഞെടുപ്പ് നടക്കേണ്ടതുണ്ട്. ഈ 2 മണ്ഡലങ്ങളിലെയും MLA-മാർ അവിടുന്ന് രാജിവെച്ച് പിന്നീട് ലോക്സഭയിലേക്ക് മത്സരിച്ച പശ്ചാത്തലത്തിലാണ് പാലക്കാടും ആലത്തൂരിലും തെരഞ്ഞെടുപ്പ് ആസന്നമായി വന്നത്. രാഹുൽ ഗാന്ധിയുടെ രാജിയെ തുടർന്ന് വയനാട്ടിലും തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യം ഒരുങ്ങി. എന്തായാലും ഈ ഉപതെരഞ്ഞെടുപ്പുകളുടെ തീയതി ഇന്ന് പ്രഖ്യാപിക്കുമെന്നത് സംബന്ധിച്ചുള്ള വ്യക്തതയില്ല. ഒരുപക്ഷെ പ്രഖ്യാപിക്കാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാവില്ല. രജനി, 4 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി ഇന്ന് പ്രഖ്യാപിക്കും. ജമ്മു കശ്മീർ, ഹരിയാന, ജാർഖണ്ഡ്, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലെ തെരഞ്ഞെടുപ്പ് തീയതിയാണ് പ്രഖ്യാപിക്കുക. ഒപ്പം കേരളത്തിലെ 3 ഉപതെരഞ്ഞെടുപ്പുകളും പ്രഖ്യാപിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം ഇന്ന് വൈകിട്ട് 3 മണിക്ക് നടക്കും.